الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وقال الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا ബഹുമാന്യനായ അധ്യക്ഷൻ മാസ്റ്റർ അലവി ഹാജി സാഹിബ് കാരണവന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ കുട്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖുർആനും ഹദീസും തുടർച്ചയായി പഠിക്കാനും കഴിയുന്നതും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരു സംവിധാനമാണ് QHLS എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്ലാസ്. ഏകദേശം ഒരു 10-25 വർഷം മുമ്പ് ആരംഭിച്ചതാണ് കേരളത്തിൽ ഈ ഒരു സംവിധാനം. 1200-ലേറെ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ കൂടി 70-75,000-ഓളം പഠിതാക്കൾ, അതിൽ കുട്ടികളുണ്ട്, ഉമ്മമാരുണ്ട്, വല്യപ്പമാരുണ്ട്, വല്യമ്മമാരുണ്ട്, അങ്ങനെ ചെറുപ്പക്കാരും മുതിർന്നവരും കുട്ടികളുമെല്ലാം ഒരു ബെഞ്ചിലിരുന്ന് ഒരുപോലെ ഖുർആൻ പഠിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. വളരെ ക്രമത്തിൽ അതിന് നേരത്തെ തന്നെ ചില സൂറത്തുകൾ പ്രഖ്യാപിക്കും. ഇന്ന സൂറത്തുകളാണ് ഈ വർഷം പഠിക്കാനുള്ളത് എന്ന്. ആ സൂറത്തുകൾ പഠിക്കാൻ ആവശ്യമായ ചെറിയ ബുക്ക്ലെറ്റുകൾ, അതിന്റെ വ്യാഖ്യാനങ്ങളോ മറ്റോ ഉള്ളത് ആളുകൾക്ക് കൊടുക്കും. കൊല്ലത്തിൽ ഒരു പരീക്ഷ നടത്തും. അതൊക്കെ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയും ഒരു താല്പര്യത്തിന് വേണ്ടിയും അങ്ങനെ ചെയ്യുന്നു എന്നതേ ഉള്ളൂ. ഈ പരീക്ഷയിൽ പങ്കെടുത്തില്ലെങ്കിലും അതുപോലെ ഒരു നോട്ട്ബുക്കും കടലാസുമായി വന്ന് ഖുർആൻ പഠനത്തിന് സമയം കിട്ടാത്ത ആളുകളാണെങ്കിലും QHLS സംവിധാനം നമ്മളൊക്കെ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ ഒരു 2-4 ഇരട്ടി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സഹോദരിമാർ എന്നത് സന്തോഷകരമായ ഒരു കാര്യം തന്നെ. സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ മുകളിലേക്ക് നോക്കിയാൽ ആകാശത്തിൽ കാണുന്ന എല്ലാ ചരാചരങ്ങളും, ചെറിയതും വലിയതുമായ എല്ലാം അല്ലാഹുവിന്റെ മഖ്ലൂഖുകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലാത്ത ഒറ്റ കാര്യം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അത് നമുക്ക് കാണുന്നില്ല, പക്ഷെ ഖുർആൻ നമുക്ക് കേൾക്കാം. അതിന്റെ എഴുത്ത് നമ്മൾ കാണാം. അതിന്റെ എഴുത്ത് ഒരു പക്ഷേ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലുമുള്ള ഒരു അച്ചുകൂടത്തിൽ നിന്ന്, അച്ചടിശാലയിൽ നിന്ന് ആരൊക്കെയോ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ കൈയെഴുത്ത് എഴുതി അങ്ങനെ ആണെങ്കിൽ പോലും ആ ഖുർആനിന്റെ ആശയവും അതിന്റെ ലഫ്ളുകളും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എന്തിനേക്കാളും അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ ഒരു ഭാഗം, അള്ളാഹുവിന്റെ കലാമ് തന്നെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എന്റെ ഈ സംസാരം ഇത് നിങ്ങളുടേത് ആരുടേതുമല്ല, എന്റേത് മാത്രം. അതുപോലെ ഖുർആനിൽ എന്ന് തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ഓതുന്ന വാക്യം
നമ്മുടെ വായ കൊണ്ടാണ്, നമ്മുടെ ശബ്ദത്തിലാണ്, നമ്മുടെ ഈണത്തിലാണ് നമ്മൾ ഓടുന്നതെങ്കിലും അത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമുമായി ഇത്രയധികം അടുക്കാൻ ഖുർആനല്ലാതെ മറ്റൊരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്ത് ഖുർആൻ ഇറങ്ങിയത്, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് 1400 കൊല്ലമാണ്. ആ 1400 കൊല്ലത്തിനിടയിൽ ഖുർആൻ പഠിക്കാൻ പറ്റിയ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു കാലം അത് ഈ കാലം. നമുക്കറിയാം, ഇവിടെയുള്ള കാരണന്മാർക്കൊക്കെ അറിയാം. പഴയ കാലത്ത് ഖുർആൻ നമുക്ക് ഓതിത്തരാനും പുസ്തകന്മാര് ഓത്തുപള്ളികളിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ ആരുണ്ടായിരുന്നില്ല. അത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതൊന്ന് കേൾക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതൊക്കെ പോയിട്ട് ഖുർആന് പഠിക്കാനും അത് കേൾക്കാനും അതിന്റെ വിശദാംശങ്ങൾ അറിയാനും മനഃപാഠമാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുടെ ലോകത്ത് നമ്മളൊക്കെ ഈ സഹോദരിമാര് അടുക്കളയിൽ ഇരുന്ന് മത്സ്യവും പച്ചക്കറിയും ഒക്കെ മുറിച്ചുണ്ടാക്കുമ്പോൾ പോലും ഖുർആൻ പഠിക്കാനും അത് ശ്രമിക്കാനുമുള്ള അവസരങ്ങളുണ്ട്. പല വീടുകളിലും നമ്മുടെ സഹോദരന്മാരുടെ വീടുകളിൽ കയറി ചെന്ന് വെല്ലടിക്കുമ്പോൾ എത്ര വെല്ലടിച്ചാലും കിട്ടാത്ത അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അവസാനം മുട്ടലും വാതിലത്തെ മുട്ടലും ഒക്കെ മുട്ടി തട്ടി ആവുമ്പോ വരും. ഞാൻ ഖുർആൻ കേൾക്കുകയായിരുന്നു. റേഡിയോ വെച്ച്, എഫ്എം വെച്ചിട്ടോ ബ്ലൂടൂത്ത് വെച്ച് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നല്ല കാലഘട്ടം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് ജീവിച്ചിരിക്കാൻ നമുക്ക് അവസരം കിട്ടി എന്നതൊരു വലിയ ഭാഗ്യമാണ്. ഈ ഭാഗ്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം. കോട്ടക്കലങ്ങാടിയിലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസില് 30% റിഡക്ഷൻ ഉണ്ട്, കുറവുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ട് ഓടും. 30% കിട്ടുമല്ലോ സാരിക്ക്, അല്ലെങ്കിൽ ഒരു ചുരിദാറിന്, അല്ലെങ്കിൽ പാൻസിന്. പഠിച്ചോണ്ട് ഇത്ര 100% ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തി. OTHS വന്നിട്ടോ അല്ലാത്ത രൂപത്തിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ പറയാറുണ്ട്. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു വണ്ടി കയറിയപ്പോ, ട്രെയിനിൽ കയറിയപ്പോ എന്റെ ഒരു സൈഡ് സീറ്റില് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ഒരു ജീൻസ് പാൻസും ടീഷർട്ടും മുമ്പിൽ മടിയിൽ ഒരു ബാഗും ഉണ്ട്. അവന്റെ കഴുത്തിന് ചെടിയില് 2 ഇയർഫോൺ വെച്ച് അങ്ങനെ ഇരിക്കാണ്. വേറെ ഏതോ ഒരു ലോകത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാണ്. ഞാൻ അവരുടെ അടുത്ത് പോയി ഒന്നൊന്ന് തിരക്കി നോക്കി, അവൻ നോക്കുന്നുണ്ടോ എന്നറിയാം. അപ്പൊ ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന് പോയി പാലക്കാട് എത്തിയപ്പോ വണ്ടി കുറച്ച് നിർത്തിയിട്ടോ സാധാരണ. അപ്പൊ അത് ഒരു ചെവിയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒരു ചായ വാങ്ങി. അപ്പൊ ഞാനൊരു വയസ്സനോട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവനെ നോക്കിയിട്ട് ചായ വേണം, മോഡാണ് ചായ വേണ്ട. അപ്പൊ ഞാൻ അതൊന്ന് പരിചയപ്പെടാനുള്ള ചാൻസ് കിട്ടി. അതിന്റെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരക്കി നോക്കിയിട്ടുണ്ട്. പരിചയപ്പെടാൻ പറ്റണില്ല. അപ്പൊ ഞാൻ മനസ്സിൽ കരുതുന്നത് പഠിച്ചോനെ ഇങ്ങനെ പാട്ടും കേട്ടിരിക്കുന്ന കുട്ടികളെ, നമ്മളെ കുട്ടികൾ ഇങ്ങനെ ജീവിതം കൈയാണല്ലോ. അവസാനം ഞാൻ പറഞ്ഞ് എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ കുറുവള്ളിയിൽ നിന്നാണ്, കോഴിക്കോട് നിന്ന് കാര്യതാണ്, പാലക്കാട് തമിഴ്നാട്ടിലെ ഓരോ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. പിന്നെ അവരോട് പോവാണ്. ആഴ്ചയിൽ വന്ന് പോകലെന്ന് പറഞ്ഞോട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഞാൻ തിരൂരിന്ന് കയറിയിട്ട് ഇത്രയും സമയമായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്, എന്റെ ചെവിടിന്റെ ഉള്ളില് ഇങ്ങനെ കേട്ടിട്ട് ഒരു പ്രയാസം തോന്നുന്നത്, എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഓനെ ഇയർഫോൺ എടുത്ത് എന്റെ കാതുകൾ കേട്ടു. അപ്പൊ ഖുർആന് അർത്ഥം പഠിക്കുക, നമ്മുടെ പരിഭാഷ എങ്ങനെ ഇതിലുള്ള അർത്ഥം പഠിക്കുക. അവർക്കൊരു വല്ലാതൊരു ബഹുമാനവും സ്നേഹവും, ചെറിയ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അങ്ങനെ ഒരു വല്ലാതെ കൂട്ടിപ്പിടിക്കാൻ
ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാന് കൊടുവള്ളിയില് QHLS പഠിക്കുന്ന എന്റെ റൂമില്, എഞ്ചിനീയർ കോളേജിൽ എന്റെ റൂമില് 5 കുട്ടികൾ, അതില് 3 മുസ്ലിം കുട്ടികളും 2 അമുസ്ലിം കുട്ടികളും. അതുപോലെ ഈ മുസ്ലിം കുട്ടികൾ അമുസ്ലിം കുട്ടികളെക്കാളും മോശം, ഇതൊന്നും പഠിക്കാനൊന്നും അയക്കില്ല. ഒരു ഇങ്ങനെ പാട്ട് വിട്ട് ഭയങ്കര ബഹളം. പിന്നെ അവിടെ വേറൊരു സൗകര്യവും ഇല്ല. എനിക്കാണെങ്കിലും അടുത്ത ആഴ്ച ഞായറാഴ്ച കുളം ക്ലാസ്സിൽ ചെല്ലി കൊടുക്കുമ്പോൾ പഠിച്ചത് ചെല്ലി കൊടുക്കും. എവിടെ ഞാൻ പഠിക്കാൻ? അപ്പൊ ഞാൻ രാവിലെ വെള്ളിയാഴ്ച രാത്രി അവിടുന്ന് ട്രെയിനും കണ്ട് പോകുമ്പോ കോഴിക്കോട് വരെ കുളം പഠിക്കും. തിരിച്ചു പോകുമ്പോ പാലക്കാട് ഷൊർണൂർ വരെ കുളം പഠിക്കും. പിന്നീട് കാങ്ങാനായി തൊട്ടടുത്തൊരു സ്റ്റേഷൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഖുർആൻ പഠിതാക്കളുടെ ആ ഒരു വ്യാപനം, ചെറിയ കണ്ടാൽ ഏതോ ഒരു അടിപൊളി എന്ന് അവൾ പറയുന്ന ഒരു ചെറുക്കനാണെങ്കിലും ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊന്നും അറിയാതെ പോകരുത്. ഇങ്ങനെയൊക്കെ ലോകത്ത് ആളുകളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ലോകത്ത്. സോദരമല്ലേ, ഞാൻ ഖുർആൻ പഠനത്തിന്റെ ഒരു പ്രാധാന്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ പറയുന്നത്, നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ഒരാള് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എവിടെ എത്തിപ്പെട്ടാൽ, ഒരു അന്യ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ പോയത് സ്വീകരിച്ച് ഒരു വണ്ടി കയറ്റി നമ്മളെ ലോഡ്ജിലോ നമുക്ക് പോകേണ്ട സ്ഥലത്തോ കൊണ്ടുപോയി പോരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പരലോകത്ത് എത്തിപ്പെട്ടാൽ നമ്മളെ കൈപിടിക്കാനുള്ളത് ഈ ഖുർആൻ മാത്രമാണ്. അത് മാത്രം നമുക്കൊന്നുമില്ല. അതെ, അൽ ഖുർആൻ ഇഖ്റഊ അൽ ഖുർആൻ ഫഇന്നഹു യകൂനു ശഫീഅൻ ലി അസ്ഹാബിഹി എന്നാണ്. നമ്മൾ എത്ര പാപികളായിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിലും നമ്മളൊരു മത്സൂമുകളല്ല. നമ്മുടെ അടുക്കൽ നിന്ന് പലതും അറിഞ്ഞും അറിയാതെയും ഉണ്ടാകുന്ന കുഴപ്പങ്ങളുണ്ടാവും. നമ്മൾ എങ്ങനെ മരിച്ചു പോയാലും നിങ്ങൾ നമ്മൾ ആഖിറത്തിൽ എത്തിപ്പെടുമ്പോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ശിപാർശകനായി ഇത് എന്റെ ആളാണ്, ഇത് എന്റെ ആളാണ്, എന്നെ ഉടനാനാവുന്ന ഞാൻ, എന്നെ ആദരിക്കുകയും എന്നെ പഠിക്കുകയും എന്നെ മനസ്സിലാക്കുകയും എന്റെ ആശയം ഉൾക്കൊള്ളുകയും ചെയ്ത് അല്ലാഹുവേ നിന്റെ കലാമാവുന്ന ഖുർആനിന്റെ സ്വന്തക്കാരനാണെന്ന് പറഞ്ഞ് ഈ ഖുർആൻ നമ്മളെ ശിപാർശ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിക്കും എന്ന് പഠിപ്പിച്ചു. ഇവിടെ ഖുർആൻ സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വന്നവരുമുണ്ട്. 2 വിഭാഗം ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ബാധ്യത ഖുർആൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങണം, അതിന് തുടക്കം കിട്ടാത്ത കുറെ ആളുകളുണ്ട്. അതിനുള്ള നേരം കിട്ടില്ല, അതിനുള്ള സമയമില്ല. ഇനിയിപ്പോ അതിന് പോയി കുടുങ്ങിയാ പിന്നെ ആ ആയത്ത് പഠിക്കണം, ആയത്ത് ചോദിച്ചാലോ അതിന്റെ അങ്ങനെയുള്ള പേടിച്ചിരിക്കുന്ന ആളുകളും. എന്നാൽ നമ്മളൊക്കെ വീട്ടിൽ മുസാഫുകളുണ്ട്, പല തരത്തിലുള്ള മുസാഫുകളുണ്ട്. പലപ്പോഴും ആളുകൾ എന്നോട് പറയാറ്, നിങ്ങളൊരു വലിയ മുസാഫ് കൊടുത്താൽ വലിയ എഴുത്തുണ്ട്, അതെന്തിനാണ്? അതൊരു എന്റെ അടുത്ത് പല സൈസ് മുസാഫും ഉണ്ട്, അതിലൊന്ന് നല്ലൊരു വലിയൊരു സൈസുകളാണ്. ഒരു പുതിയ പരിഭാഷ കൊടുത്തു തരണം, ഒരു ചെറിയ പരിഭാഷ കൊടുത്തു തരണം. പലരുമായി കൊടുക്കാൻ ചെറിയ കൊടുക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മളവിടെ ഷോക്കേസിലോ അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞ ജ്യൂസോ അമ്മ ജ്യൂസോ ഒക്കെ നമ്മുടെ കുട്ടികളുടെ കയ്യിലുണ്ട് എന്നല്ലാതെ നമുക്ക് എന്താണ് ഖുർആനുമായുള്ള ബന്ധം? പരിശുദ്ധ ഖുർആന് 2 വിഭാഗം ആളുകളെ ഉപമിക്കുന്നു. ഇതിൽ നമ്മൾ ഏതാന്നുള്ളത് നമ്മൾ നോക്കണം. ഒന്ന്, ഖുർആന് ജനങ്ങളുടെ കൂട്ടത്തിൽ കൈതകൾ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആക്ഷേപിച്ചു. കൈത, നമ്മളെ ഒരാൾ കൈത എന്ന് വിളിച്ചാല് എന്തെങ്കിലും കഴിയുമെങ്കിൽ ഓണെന്തെങ്കിലും തിരിച്ചു വിളിക്കാതെ ഒരു ദേശെങ്കിലും നമ്മളെ ചെയ്യുമല്ലോ. നമ്മളോട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൈതകളും. അല്ലാഹു തആല കഴുത എന്ന് വിളിച്ച ഒരു വിഭാഗം ആരാണ്? വേദഗ്രന്ഥം കൊടുത്ത്
അത് കയ്യിൽ വെച്ചിട്ട് അതൊന്ന് പഠിച്ചു നോക്കാനോ പഠിച്ചു നോക്കാനോ അതൊന്ന് മനസ്സിലാക്കി എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കാനോ തയ്യാറില്ലാത്ത ആളുകളെ അല്ലാഹു തആല ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്നാണ് ഉപമിച്ചത്. പടച്ച തമ്പുരാൻ നമ്മളെ അത്ര മോശമായി ഉപമിച്ച ആ മോശപ്പെട്ട കൂട്ടത്തിലാണ് നമ്മൾ. നമ്മുടെ വീട്ടിൽ മുസാഫുണ്ട്, നമ്മുടെ വീട്ടിൽ ഖുർആൻ പരിഭാഷ ഉണ്ട്, നമ്മുടെ മൊബൈലിന്റെ ഉള്ളിൽ ഖുർആൻ ആപ്പ് ഉണ്ട്. അത് ഓതാനുള്ള സംവിധാനം, ആവർത്തിച്ച് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട്, അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്, അതിന്റെ വിശദീകരണം മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട് ഈ മൊബൈലിന്റെ ഉള്ളില്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അതൊന്നും പഠിക്കാൻ തയ്യാറാവില്ല. ആ ഖുർആൻ പരിഭാഷ ഒന്നും എടുത്ത് വായിക്കാൻ തയ്യാറാവില്ല. അതൊന്ന് ഓതാന്ന് ഒരു ദിവസമെങ്കിലും ഒരു 2-4 ആഴ്ചയെങ്കിലും ഓതാനൊന്നും തയ്യാറില്ലെങ്കിൽ ആ തയ്യാറില്ലാത്ത ആളുകളെയാണ് അതായത് തൗറാത്ത് എന്ന വേദഗ്രന്ഥം അതിന്റെ ഉത്തരവാദിത്തം അത് ഓതാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഉത്തരവാദിത്വം തലയിൽ വെച്ച് കെട്ടിക്കൊടുത്ത ആളുകളായിരുന്നു യഹൂദർ. ആ തൗറാത്ത് നൽകപ്പെട്ട ആളുകളുടെ ഉപമ സുമരം യഹ്മിലുഹ. എന്നിട്ട് ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്ത് ഓതിയില്ല, പഠിച്ചില്ല, തൗറാത്ത് അനുസരിച്ച് മനസ്സിലാക്കിയില്ല. എന്നാൽ അവർ തൗറാത്തിന്റെ ആളുകളാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയുള്ളവരുടെ ഉപമ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, വേദഗ്രന്ഥം ചുമക്കുന്ന ഹിമാർ കഴുതകളെ പോലെ ആയിരിക്കുമെന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച ഒരു അല്ലാഹു തആല അവന്റെ ശാപവും അവന്റെ കോപവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിശേഷിപ്പിച്ച ഈ ഒരു കൂട്ടത്തിലാണ് നമ്മളെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ പരലോകത്തെ അവസ്ഥ? ഏതൊരു സ്വർഗത്തിക്ക് നമ്മളെ കയറ്റൂല. എത്രയോ ആക്ഷേപിച്ച് അല്ലാഹു തആല ശപിച്ച കൂട്ടരെ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലിരിക്കുന്ന സ്വർഗത്തിലുള്ളവരെ പറ്റി അതാണ് അല്ലാഹു തആല പറഞ്ഞത്. നബിമാര്, സിദ്ദീഖുമാര്, അതായത് സത്യസന്ധരായി ജീവിച്ച ആളുകള്, ശുഹദാക്കള്, രക്തസാക്ഷികള്, ദീനിനു വേണ്ടി മരിച്ച ആളുകള്, സാലിഹീങ്ങള്, നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകള്, അവരൊക്കെയാണ് സ്വർഗത്തിലുള്ളത്. അവരുടെ കൂട്ടത്തേക്ക് ഈ ഗ്രന്ഥം ചുമക്കുന്ന കഴുത എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു ആക്ഷേപിച്ച കൂട്ടരെ കടത്തൂടാതെ ഏതിലോടൊപ്പം നമ്മൾക്ക് ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ച ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഗ്രന്ഥം ചുമന്ന പോലെ നമ്മളെ വീട്ടില് യഹൂദികളോടൊക്കെ തോളത്തുണ്ടായാൽ പോലെ നിങ്ങളെ തോളത്തനുസരിച്ച് ജീവിക്കണം, പഠിക്കണം, നമ്മളെ തോളബോധമായത് പാരായണം ചെയ്യണമെന്നാ. അതെന്തിനാ ഈ പറഞ്ഞത്? നമുക്ക് പഠിപ്പിച്ചു തരുന്നതിനാ. ഖുർആനും ഇതുപോലെ നിങ്ങൾ അവഗണിച്ചു പോകരുത്. ഖുർആൻ ഒരു തൗറാത്തിന് പകരം ഖുർആൻ കെട്ടിയേൽപ്പിക്കപ്പെട്ട ആളുകൾ. ഇതുകൊണ്ട് ഖുർആൻ പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ഓതാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട ആളുകള് അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവർ ഗ്രന്ഥം ചുമക്കുന്ന ഹിമാറായിരിക്കും. ആ ഹിമാറിന് എന്ത് എന്നാലും അല്ലാഹു തആല അമ്പിയാക്കള്, ഔലിയാക്കള്, സാലിഹീങ്ങള്, ശുഹദാക്കളുടെ കൂടെ എത്തിക്കൂല ഉറപ്പാണല്ലോ. അപ്പൊ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. മാലക്കും അല്ലാഹു തആല സൂറത്തുൽ ഫുസ്സിലത്തിലാണ് പറയുന്നത്. എന്താണ്? നിങ്ങൾ എന്താണ് അപ്പോ മാലക്കും അവന് തെതിക്കരത്തി പോയത്, എന്താണ് ആ മനുഷ്യന്മാർക്ക് ഉള്ളത്? എന്താണ് മനുഷ്യന്മാർക്ക് പറ്റിയത്? അനിത്തതിക്കരത്തി ഈ ഖുർആനിനെ സംബന്ധിച്ച് മൊയ്‌നുദ്ദീൻ അവർ അവഗണിച്ചു പോവാണ്. അത് ഓതണില്ല, അത് പഠിക്കണില്ല, പഠിച്ചോടനുസരിച്ച് ജീവിക്കണില്ല. കുറെ ആളുകൾ പഠിക്കണില്ല, കുറെ ആളുകൾക്ക് പഠിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഈ പഠിച്ച് നേരം കിട്ടിയവരോ അവരുടെ ജീവിതത്തിൽ അതനുസരിച്ച് ജീവിക്കുന്നുമില്ല. എന്ത് പറ്റി അവർക്ക്? സിംഹത്തെ കണ്ടാൽ കാട്ടി ഈ കഴുതകൾ
വിറളി പിടിച്ച് ഓടും. സിംഹത്തെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിടിച്ച് വേട്ടയാടാൻ വരികയെന്ന് വിചാരിച്ച് ഓടും. അതുപോലെ ഖുർആൻ കാണുമ്പോഴേക്ക് നിങ്ങൾ ഓർക്കാണ് ഈ ഓടുന്നത്. സിംഹത്തെ കണ്ട കഴുതകൾ ഓടുന്ന പോലെ ഖുർആനാവും കാണുമ്പോഴേക്ക് നിങ്ങളെയൊക്കെ ഓടുന്നത്. നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കിക്കൂടെ, പഠിച്ചു നോക്കിക്കൂടെ? ഇതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കാത്ത അതിന് സമയം നമുക്ക് 100% കയ്യിൽ നമ്മൾ 24 മണിക്കൂർ തികയാത്ത ആളുകളാണ് ഭൂരിപക്ഷം. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കുടുംബം, കുട്ടികളും, മക്കളും, പ്രശ്നങ്ങളും, ജീവിതവും, ജോലി കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഉള്ള സമയത്ത് കുറച്ചെങ്കിലും ഖുർആൻ പഠിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അള്ളാഹുവോട് പറയാലോ, പഠിച്ചോനെ പരലോകത്ത് അല്ലാഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഏതാണ്? റസൂൽ ഇതാ പറഞ്ഞിരിക്കുന്നു, പരലോകത്ത് പറയാൻ പോകുന്ന അർത്ഥം, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഖൗമ്, എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞു. മഹ്ജൂർ എന്ന് പറഞ്ഞാൽ ഖുർആനിനെ അവഗണിച്ച് തള്ളിക്കളഞ്ഞു. അതിനെ ഓടാനും അതിനെ പഠിക്കാനും ഒരു ദിവസം ഈ ആണും പെണ്ണ് നമ്മളൊക്കെ നോക്കേണ്ടതുണ്ട്. എത്ര നേരം വാട്സപ്പ് നോക്കണ്ടേ? വാട്സപ്പ് എത്ര നേരം നോക്കണ്ട? അവസാനം എല്ലാം കഴിഞ്ഞ് സ്ത്രീകളൊക്കെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രാത്രി 10, 10:30, 11 മണി കഴിച്ച് പിന്നെ എടുത്തുകൊണ്ട് വാട്സപ്പ് നോക്കുക. എന്താണ് പറഞ്ഞത്, ആരൊക്കെയാണ് കുടുംബങ്ങളുണ്ടോ, പലരും തന്നെ വല്ല ഫോട്ടോ ഉണ്ട്. എത്ര സമയം ചെലവാക്കേണ്ട ആണോ പെണ്ണോ? പക്ഷെ ഖുർആനിൽ ഒരു വാട്സപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫോൺ എടുത്തിട്ട് അത് നമ്മുടെ ജീവിതത്തിന് ഭാഗമായല്ലോ. ഖുർആൻ കുറച്ച് നേരം അതിന്റെ അർത്ഥം പോലെ ആയത്തെങ്കിലും അർത്ഥം എന്താ ജനങ്ങളും നോക്കാത്തത്? അല്ലെങ്കിൽ എന്താണ് ഖുർആനൊന്ന് ഓടി നോക്കാത്തത്? എന്താണ് കേട്ടു നോക്കാത്തത്? എന്താണ് അതൊന്ന് പഠിച്ചു നോക്കാത്തത്? എന്നോ സിംഹത്തെ കാണുമ്പോൾ വിറളി പിടിച്ചോടുന്ന ഹിമാറുകളെ പോലെയാണല്ലോ മനുഷ്യന്മാർ. നോക്കാൻ അത്രയും കഠിനമായി ആക്ഷേപിച്ചു. ആരെ ഇത് പഠിക്കാൻ നേരം കിട്ടാത്തവർ നമ്മളകത്ത് പടരുത്. ഈ ഇത്രയും കഠിനമായി പറയുന്ന കൂട്ടത്തില് നമ്മൾ പെടരുത്. മനുഷ്യത്തിന്റെ ശുദ്ധിയായൊരു മനുഷ്യനായിക്കോളെ പഠിച്ചോനെ. ഈ പോലെ ഹിമാറാവൂല. ഞാനൊന്ന് പഠിച്ചോനെ ഒന്ന് ദുനിയാവിനെ തിരിച്ചു വിട്ടിട്ട് ഞാനൊന്ന് ഉത്സാഹത്തൊന്ന് മറിച്ചു നോക്കി ഒന്ന് ഓടാനും പഠിക്കാനും അതിനൊക്കെ ഞാൻ തയ്യാറാവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഹിമാറല്ല, ഞാൻ മനുഷ്യനായിക്കോളാൻ പഠിക്കാനില്ല. അപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കണം. ഇവിടെ കൂടിയ ഖുർആൻ ക്ലാസ്സിൽ വരാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഖുർആൻ കുറച്ചെങ്കിലും ഇപ്പൊ ക്ലാസ്സിൽ വരണമെന്നില്ല. ഒരു നിശ്ചിത ദിവസം നിശ്ചയിച്ചു ഇവിടെ വരാനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അതിനുള്ള ആപ്പുകൾ ഇവിടെ നിങ്ങൾ മൗലവിനോടോ ആരോടൊക്കെ ചോദിച്ചാൽ മതി. എല്ലായിടത്തും നമുക്ക് അറിയാം. പഠിക്കാനുള്ള പരിഭാഷകളുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിലും അറബി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഉറുദു ആണെങ്കിലും ഒക്കെ ഏത് ഭാഷയിലും പഠിക്കാനുള്ള, അത് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഖുർആൻ പഠിക്കണം. പഠിച്ചോനെ എനിക്കത് തോന്നിയത് ജീവിതത്തിൽ ഈ അവസാന നിമിഷത്തിലാണ്. ബാക്കിയുള്ള ശിഷ്ടകാലത്തെങ്കിലും ഞാനൊരു 10 ആയത്തെങ്കിലും പഠിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് വേണം ഇവിടെ നിങ്ങൾ ഈ കഴിഞ്ഞത് പിരിഞ്ഞു പോകാൻ. അപ്പോഴേ നമ്മൾ ഈ ഒരു ജീവചെല്ലസ് സംഗമത്തിന്റെ ഒരു ഫലത്തിൽ പഠിക്കാത്ത ഈ പഠിച്ച ആളുകളെ ഇതിനേക്കാളും വലിയ ഗൗരവമാണ്. ഖുർആൻ പഠിച്ച ആളുകളെ പറ്റി അല്ലാഹു തആല വളരെ വളരെ ഗൗരവമാണ്. ഖുർആൻ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാത്ത ആളുകളെ അല്ലാഹു തആല ഹിമാറല്ല കെൽബിനോടാണ് കാരണം نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين ولو شئناه لرفعناه بها ولكنه أخلد إلى الأرض فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث. സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല മുന്നോട്ട് പറയുന്നത് ഉത്തുലു അലൈഹിം, നബിയെ നിങ്ങൾ ഓതിക്കൊടുക്കേ,
നമ്മുടെ ദൃഷ്ടാന്തങ്ങളാവുന്ന ആയത്തുകൾ നന്നായി പഠിപ്പിച്ചു കൊടുത്ത ഒരാളുടെ ഉപമ മുഫസ്സിറുകൾ പറയുന്നത്, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, ബനീ ഇസ്രായേൽക്കാരുടെ കാലത്ത് ബൽആം ഇബ്നു ബഅൂറ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, മഹാപണ്ഡിതൻ. അയാൾ ബൽആം ഇബ്നു ബഅൂറ വലിയ മഹാപണ്ഡിതനായിരുന്നു. അയാൾക്ക് വേദഗ്രന്ഥം കാണാപാഠം അറിഞ്ഞിരുന്നു, സ്വഹുഫുകൾ കാണാപാഠം അറിഞ്ഞിരുന്നു, എല്ലാം അറിഞ്ഞിരുന്ന ഒരു മഹാപണ്ഡിതൻ. അതാ അയാളാവട്ടെ അതല്ല വലീദ് ഇബ്നു മുഗീറത്താണ് എന്നും മറ്റൊരു അഭിപ്രായമുണ്ട്. വലീദ് ഇബ്നു മുഗീറ എന്ന് പറഞ്ഞാൽ ബനീ ഇസ്രായേലിലെ എല്ലാ ഖുറൈശികളുടെ കൂട്ടത്തിലുള്ള എല്ലാം അറിയുന്ന, ഖുർആനും അതിന്റെ അപ്പുറം അറിയുന്ന ആളാണ് വലീദ് ഇബ്നു മുഗീറ. അത്രയും കൃത്യമായി ഖുർആൻ മനസ്സിലാക്കിയതാണ്. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നദർ വബസർ സുമ്മ അദ്ബറ വസ്തക്ബർ ഫഖാല ഇൻ ഹദാ ഇല്ലാ സിഹ്റുൻ യൂസർ. ഖുർആൻ കള്ളമാണ്, വ്യാജമാണ്, മുഹമ്മദ് നബി കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് ഖുറൈശികൾ പറഞ്ഞപ്പോ അവരുടെ കൂട്ടത്തിലെ ബുദ്ധിമാനും നേതാവുമായ വലീദ് ഇബ്നു മുഗീറ നേരെ ചെന്നു അത്രേ മുഹമ്മദ് നബിന്റെ അടുക്കൽ ഇതൊന്ന് ഓതുക. കുറെ ഓതിക്കേട്ടു. കുറെ ഓതിക്കേട്ടപ്പോ വലീദ് ഇബ്നു മുഗീറക്ക് മനസ്സിലായി ഇത് അല്ലാഹുവിന്റെ കലാം തന്നെയാണ്. കാരണം അത്രമാത്രം അറിവും ബുദ്ധിയും വിവേകവും ഉണ്ടാവും. അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. ഒരു സംശയമില്ല, മുഹമ്മദ് നബി കെട്ടി പറയുന്നതല്ല. അങ്ങനെ അയാൾ വിശ്വസിക്കാൻ പോവാണ്. വിശ്വസിക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു തോന്നല്, ഞാൻ ഇപ്പൊ ഖുർആൻ വിശ്വസിച്ചാൽ എങ്ങനെ, ഖുറൈശികളുടെ നേതാവ് ഖുർആൻ വിശ്വസിച്ചാൽ എന്തായാലും കഥ, ഞാൻ ഒരു നേതാവാകാതിരിക്കൂലേ, ഓരെന്നെ തള്ളൂലേ, ഓരെന്നെ പരിഹസിക്കൂലേ. ഇന്നഹു ഫക്കറ വഖദ്ദർ. അയാൾ കുറെ ആലോചിച്ചു, ഇത് ശരിയാണ് ബോധ്യം, പക്ഷെ ആലോചിച്ചു എന്ത് പരമ്പരായികളാണ്. ഒന്ന് കണക്കൂട്ടി നോക്കി, അപ്പൊ മുസ്ലിം ആയി കഴിഞ്ഞാൽ മുഹമ്മദിന്റെ കൂടെ കൂടിയാല് എനിക്ക് അത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടുള്ളൂ. ഏതാ ഖുറൈശികളുടെ കൂടെ കൂടിയാലോ എനിക്ക് അത്രയൊക്കെ കിട്ടും. അവൻ ശപിക്കട്ടെ, കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ. കൈഫ ഖദ്ദർ, എങ്ങനെ കണക്കാണ്, എന്തൊരു കണക്കാവോ കൂട്ടിയത്. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, പിന്നെയും നശിക്കട്ടെ, എങ്ങനെയാണ് കണക്ക് കൂട്ടിയത്. സുമ്മ നദർ, പിന്നെ നോക്കി, വേണോ വേണ്ടേ. വബസർ, നെറ്റി വിളിച്ചു. ഇനി പറഞ്ഞാണ് വിശ്വസിച്ചാൽ അതിന്റെ അപകടം, വിശ്വസിക്കാതിരുന്നാലുള്ള സൗകര്യം ഒക്കെ നെറ്റി വിളിച്ചിട്ട് അവസാനം പറഞ്ഞു ഇത് മുഹമ്മദ് നബി പറയുന്ന സിഹറിനാണ്. അറിയിച്ചല്ലേ, അറിഞ്ഞിട്ടും ഖുർആനിൽ നിന്ന് തെന്നി മാറി. വല്ലാണ്ട് ഒരു ഭാവം അങ്ങനെ തന്നെയാണ് അദ്ദേഹം. നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളാവുന്ന വേദം പഠിപ്പിച്ചു കൊടുത്ത ഒരാളെ പറ്റി നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക്, ഓതിക്കൊടുക്ക്. അതിൽ നിന്ന് അദ്ദേഹം ഓടിച്ചാടി. വേദം പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഒരുപാട് മനസ്സിലാക്കി, എന്നിട്ട് ഇത് ഊഹിച്ചാടി. അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി. അപ്പൊ വേദം അറിഞ്ഞിട്ടും അത് അറിയാത്ത പോലെ ജീവിച്ചു. അവനെ പിശാച് പിടികൂടി. അദ്ദേഹം ആ ഖുർആൻ പഠിച്ചതനുസരിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കാൻ നമ്മൾ അവന് തൗഫീഖ് കൊടുക്കുകയാണെങ്കിൽ ആ ഖുർആൻ കൊണ്ട് അയാൾ ഉയർന്നു എവിടെയോ എത്തുമായിരുന്നു. ആ വേദം പഠിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയരാമായിരുന്നു. പക്ഷെ ഭൗതികമായ ഭൂമിയിലേക്ക് ചെരിഞ്ഞു. അതായത് ഭൗതികമായ സുഖങ്ങളും സന്തോഷങ്ങളും അവരുടെ നേട്ടങ്ങളും ഖുർആൻ പഠിച്ചിട്ട് എന്താ കിട്ടുക? ഖുർആൻ പഠിച്ചിട്ട് എന്താവുക? നാം മറ്റത് പഠിച്ചാൽ അത്ര സൗകര്യമുണ്ട്, ഇത്ര സൗകര്യമുണ്ട്, അങ്ങനെ അങ്ങോട്ട് ഭൂമിയിലേക്ക് ചെരിഞ്ഞു. അവനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് എന്താ? അങ്ങനെ പഠിച്ചിട്ട് ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാത്ത കഴിയും വിധമെങ്കിൽ നമുക്ക് 100% ഖുർആൻ പഠിച്ച് അമ്പിയാക്കളെ മലക്കുകളെ പോലെ മഅസൂമികളായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ കഴിയുന്ന രൂപത്തിലെങ്കിലും നമ്മൾ പദവും സുന്നത്തും മനുഷ്യന്മാരോടുള്ള ബന്ധങ്ങളും നല്ല സൗഹാർദ്ദങ്ങളും സ്നേഹങ്ങളും ദാനം ധർമ്മവും കഴിയുന്ന മാതിരി, അതുപോലെ മുതിർന്നവരെയും ഇളവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും സത്യസം പറയാനും സത്യസന്ധമായി ജീവിക്കാനും ഒക്കെ ഉള്ള കഴിയുന്ന തരത്തിലുള്ള ഒരു ചെറിയ തകവയെങ്കിലും അനുസരിച്ച്
ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച ഖുർആൻ കൊണ്ട് ഒക്കെ എവിടെയോ ഉയർന്നു പോകാം. പക്ഷേ ഭൗതിക ജീവിതത്തിനോടുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ ചെരിഞ്ഞു പോയി. അവന്റെ ഉപമ പറഞ്ഞതാണ് കെൽബ് പോലെയാണ്, നായ പോലെ. നോക്കിങ്ങള് ഒരാള് നമ്മളെ ഒരാൾ നായ എന്ന് വിളിക്കലെന്ന് ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ചീത്ത വളർച്ചയിലാണ്. താഴ്ന്ന നമുക്കത് സഹിക്കാൻ കഴിയും. നമ്മളുണ്ടാവുന്ന ഒരാളങ്ങനെ വിളിക്കാറില്ല. ഇവിടെ പഠിച്ചോന്ന് വിളിക്കാലോ, പഠിച്ചോന്റെ മകലോക്കിങ്ങളല്ലേ നമ്മളും കെൽബോക്കി. അള്ളാഹുത്താല പറയുന്ന ഈ ഒരു കെൽബിന്റെ ഉപമയാണ്. അള്ളാഹുത്താല കെൽബിനെ സൃഷ്ടിച്ചത് എങ്ങനെയാന്ന് അള്ളാഹുവിനെ പറയുന്നത്. കെൽബിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ കെൽബിനെ നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം കൊടുത്തു, അതിനെ ആട്ടി ഓടിച്ചു, അതിന് തിന്നാൻ കൊടുത്തില്ല, അതിനെ കല്ലെടുത്തെറിഞ്ഞു, നമ്മളെ പറമ്പിലിട്ട് 4 കുട്ടികളെ ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാൽ നായങ്ങനെ നാവ് തൂക്കിയിട്ട് കിടക്കും. അത് നമ്മളങ്ങനെ മനുഷ്യനകത്ത് നാവ് തൂക്കിയിട്ട് നമ്മളെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കും. എന്നാൽ ഒരു കെൽബിനെ ശരിക്കും നല്ലൊരു സ്വർണ്ണക്കൂട്ടില് ഒരു പട്ടി വിരിച്ചു കൊടുത്ത് അതിലിങ്ങനെ കിടത്തി ഒരു പൊന്നിന്റെ ചമ്മരി ഇട്ടുകൊണ്ട് ഒരു കെൽബിനെ കിടത്തിയാൽ ആ കിടക്കുമ്പോഴും വിശ്രമിക്കലും കെൽബ് നായ തൂക്കിയിട്ട് കിടക്കും. അതാ പറയുന്നത് കെൽബിന്റെ സ്വഭാവം. അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ഓടിച്ചാലും കിടക്കും, ഓടിച്ചിട്ടില്ലെങ്കിലും കിടക്കും. അതാണ് കെൽബ്. അതുപോലെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി തലന്റെ ഉള്ളിൽ ഖുർആൻ ഒരുപാട് ഉണ്ടായാലും തോന്നിവാസത്തിൽ ജീവിക്കും, ഇല്ലെങ്കിലും ജീവിക്കും. അങ്ങനെ കെൽബ് പോലെയാണ് ഖുർആൻ പഠിക്കാത്തവർ. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഖുർആൻ പഠിക്കാത്തവര് കുറച്ചെങ്കിലും പഠിച്ചിട്ട് അള്ളാഹുവിന്റെ ഹിമാറി എന്ന വിശേഷണത്തിൽ നിന്ന് രക്ഷപ്പെടണം. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരായത്ത് ചിലപ്പോ ഒരായത്ത് പഠിക്കാൻ ഒരു കൊല്ലം എടുത്തിട്ടുണ്ട്. അതെങ്ങനെ? അത് പഠിക്കും, അതത് ജീവിതത്തിൽ കൊണ്ടുവരും. അങ്ങനെ പഠിച്ച് പഠിച്ച് ജീവിക്കുകയാണ്. ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ജീവിക്കലായിരുന്നു മഹാനായ അയനബ് ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഒരു താബീഈ പണ്ഡിതൻ. അയനബ് ഖൈസ് എന്ന ഒരാൾ, അദ്ദേഹം ഒരു ആയത്തിനെ കാണുന്നു ഖുർആനിൽ. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഖുർആനിൽ ആയത്ത് കാണാം. അത് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. അത് അൻസൽനാ ഇലൈക്കും കിതാബൻ, ജനങ്ങളെ നിങ്ങളിലേക്ക് ഞാനൊരു വേദഗ്രന്ഥം ഇറക്കി തന്നിട്ടുണ്ട്. ഫീഹി ദിക്റുക്കും, ആ വേദഗ്രന്ഥത്തിൽ നിങ്ങളെ പറ്റിയുള്ള വർത്തമാനമാണ്. നിങ്ങളെ പറ്റി പറയുന്നുണ്ട് ആ വേദഗ്രന്ഥത്തിൽ. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്കൊന്ന് ആലോചിച്ചറിഞ്ഞാൽ പോലെ ആലോചിച്ചുകൂടെ? ആ വേദഗ്രന്ഥം ഒന്ന് വായിച്ചു, നിങ്ങളെ പറ്റി എന്താ പറഞ്ഞു എന്ന് ആലോചിച്ചുകൂടെ? അവരുടെ പുസ്തകം, ആ പുസ്തകത്തിൽ നിങ്ങളെ പേരൊക്കെ ഉണ്ടല്ലോ. നമ്മളോട് ഒരാൾ പറയാം നിങ്ങളെ പേരും നിങ്ങളെ കുടുംബവും നിങ്ങളെ പറ്റിയൊക്കെ ഒരു പേജ് ആ പുസ്തകത്തില് ഒരു അധ്യായം ഒരു പേജ് ഉണ്ടല്ലോ പറഞ്ഞാൽ അതെങ്കിലും നമ്മളൊന്ന് മറിച്ചു നോക്കുമല്ലോ. അയനബ് ഖൈസ് ഈ ആയത്ത് ഓതിയപ്പോ അദ്ദേഹത്തിന് തോന്നിയത് നിങ്ങളെ പറ്റിയുള്ള ദിക്റ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താവണം, അതിനെ പറ്റിയുള്ള ദിക്റുകൾ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ഓതി വായിച്ചു നോക്കിക്കൂടെ എന്ന ആയത്ത് ഓതിയപ്പോ അയനബ് ഖൈസ് പറയാണ്, എനിക്കൊരു മുസാഫുണ്ട്. അവിടെയുള്ള അയാളൊരു വൃദ്ധനായ താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്, കച്ചവടക്കാരനായിരുന്നു. അപ്പോ ദിക്റിനെ പറ്റിയൊക്കെ ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ മുസാഫിനെ ഞാനൊന്ന് നോക്കട്ടെ. അത് അദ്ദേഹം ഇങ്ങനെ വായിച്ചു എന്നാണ്. എന്താ വായിച്ചത്? കുറെ ആയത്തുകള്, ചില ആളുകളെ പറ്റിയുള്ള ആയത്തുകൾ ഇങ്ങനെ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. അങ്ങനെ വായിച്ചു കൊടുത്തു. ജനങ്ങളെ മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണോ? അദ്ദേഹം ചിന്തിക്കാൻ വിനയം കൊണ്ട് ചിന്തിക്കാണ്. സത്യവിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട്. അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയോടുകൂടി വേറെ ഒരു ചിന്തയുമില്ലാതെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്നവരാണ്. അവർ എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. ലഘുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും
ഒരു ഉപകാരവുമില്ലാത്ത എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്, അവഗണിച്ചു പോകുന്നവരാണ്. അവർ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരാണ്, അവർ കൃത്യമായി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞപ്പോ ആയിരക്കുമ്പിന് കൈസ് പറയണം, ഇതിനെ പറ്റി ഞാൻ ആവേണ്ടതാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ അയക്കണം. ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അള്ളാഹു മോമിനീങ്ങളെ പറ്റി പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെയാണോ നമ്മളൊക്കെ? ശരിക്ക് ഖുശൂഅോട് കൂടി നിസ്കരിക്കുന്നവരാണോ? വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിക്കുന്നവരാണോ? അപ്പൊ ആളുകൾക്ക് സംശയം, ഞങ്ങൾ അങ്ങനെയുള്ള ഖുശൂഅൊന്നും ഞങ്ങൾക്കില്ല, കുറച്ചൊക്കെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെ ഖുർആനിലെ മോമിനീങ്ങളെ പറ്റിയുള്ള ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. സൂറത്തുൽ അൻഫാൽ ഇന്നമൽ മുഅ്മിനൂന വിശ്വാസികൾ താഴെ പറയുന്നവരാണ്. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും അല്ലാഹുവിന്റെ പേര് പറയപ്പെടുമ്പോൾ ഭയം തോന്നുന്നവർ. തോന്നുന്നത് അള്ളാഹു കേൾക്കുമ്പോ എനിക്ക് പേടിയുണ്ടോ? പേടി തോന്നലില്ലല്ലോ. അള്ളാഹു കേൾക്കുമ്പോ എന്തെങ്കിലും ഒരു തോന്നൽ തോന്നുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഞാൻ ആ കൂട്ടത്തിൽ പെടുവോ? അങ്ങനെ എനിക്ക് ഈമാനൊന്നും തോന്നലില്ല. ഖുർആൻ ഓതി കേൾക്കുമ്പോ എനിക്കൊന്നും തോന്നലില്ലല്ലോ. എനിക്കൊരു ഈമാനിന് ഏറെ കുറവില്ല. നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോ ഇമാമിന്റെ പിന്നിൽ നിന്നിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോ നല്ല ശബ്ദമാണ്, നല്ല ഈണമാണ്, നല്ല ഓത്താണ്. അല്ലെങ്കിൽ ആ ബംഗാളി ഒറ്റൊരു ഓത്ത് ശരിയില്ല, ഒരു കേൾക്കാൻ ഇഷ്ടമില്ല. അതിന്റെ ഈണവും അതിന്റെ കുറവും കുറ്റവും കുറവും അതിന്റെ നന്മയല്ലാതെ അതിന്റെ ഉള്ളിൽ നിന്ന് സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കുന്ന തരത്തിൽ ഖുർആൻ അറിയില്ലല്ലോ പല ആളുകൾക്കും. എന്താണ് ഓടുന്നത് അതറിയില്ല. ഇപ്പൊ നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ എടുത്തോ കാണുന്നത്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയില് 2 പകുതിയാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ എന്നും 17 വട്ടം നിർബന്ധമായിട്ടും പിന്നെ ഒരു 10 റക്അത്ത് സുന്നത്തിൽ 20 വട്ടെങ്കിലും സുന്നത്തായിട്ടും ഒക്കെ ഓതുന്നതാണല്ലോ ചുരുങ്ങിയത്. ഇതിലേറെ ദുആ നമസ്കാരം, രാത്രി നമസ്കാരത്തിലൊക്കെ നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്. അല്ലാഹു തആല ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോ, ഇമാമ് ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോ അല്ലാഹു നമ്മളോട് പറയുന്നത് എന്താ? പകുതി നമ്മൾ അല്ലാഹുവിന് കൊടുക്കുകയാണ്. ഫാത്തിഹയുടെ പകുതി. അസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. നിസ്കാരം ഞാനും ഓനും പകുതിയാണ്. എന്റെ അടിമക്കും എനിക്കും നിസ്കാരം പകുതിയാണ്. അല്ലാഹു നബി പറയുന്നത് അല്ലാഹുവിന്റെ ഒരു വചനമാണ്. നിസ്കാരം പകുതി ഓൻ എനിക്ക് തരുന്നു, അതിന്റെ ബാക്കി നേർപകുതി, ബാക്കിയുള്ള പകുതി ഞാൻ അവന് കൊടുക്കുന്നു. അങ്ങനെയാണ് ഫാത്തിഹ. ഒരു ഫാത്തിഹയുടെ കാര്യം പറയുന്നത്. എന്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ? ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ നമ്മൾ അതിന്റെ കൂടെ പറയുന്നുണ്ട് അല്ലാഹുവിനുള്ള സർവ്വസ്തുതി. അള്ളാഹു കൊടുക്കാനുള്ള സ്തുതി. നമുക്ക് ജീവിക്കാനും നമ്മുടെ മക്കളും കുട്ടികളും കുടുംബവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്വത്തും മുതലും നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരുപാട് നമുക്ക് നിയമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിയമത്തിന് നമ്മളിങ്ങനെ സ്തുതിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആ തട്ടുന്നുണ്ടോ ആവശ്യമില്ലപ്പോ? കേൾക്കുമ്പോ നമുക്ക് നല്ല മധുരതരമായ ശബ്ദത്തിൽ അതിന്റെ ആ ജീവിതത്തോടു കൂടിയുള്ള ഓത്ത് കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അള്ളാഹ് തന്ന ഇതിനു വേണ്ടി നമ്മൾ സ്തുതിക്കുകയാണ്. അള്ളാഹുവിൽ എന്തെല്ലാം നിയമത്ത് പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ തന്നിട്ടുണ്ട്, വേറെ തന്നെ ശരിയാണ്, അതിന് നമുക്ക് കോലി കിട്ടും. പക്ഷെ ആ നിയമത്തിന് നന്ദി പറയണമാണല്ലോ. അപ്പൊ ഞാൻ അള്ളാഹുവിന് കൊടുക്കുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മേലക്കാണ് അള്ളാഹ് അർറഹ്മാൻ റഹീം, അള്ളാഹുവിന്റെ റഹ്മത്ത്. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾ അംഗീകരിച്ചിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ പേരിൽ അള്ളാഹുവിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. മാലിക് യൗമിദ്ദീൻ. ഇനി പരലോകത്ത് ചെന്നാലും അവിടുത്തെ പരമാധികാരിയായ ഉടമ പടച്ചോനാണ്. അള്ളാഹു പറയും അത്രേ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോ ഹമീദനി അബ്ദി, മലക്കുകളോട് എന്റെ അടിമത ഒതുക്കുങ്ങല പള്ളിയില്
ഒരു 100 ആളുകള് എന്നെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ലോകത്തൊക്കെ അള്ളാഹനെ സ്തുതിക്കുന്ന നിസ്കരിക്കുന്ന ആളുകളെ പറ്റി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നെ സ്തുതിക്കുന്നുണ്ട് എന്റെ അടിമ. വൈലാക്കാൽ റഹ്മാൻ റഹീം, റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ എന്റെ അടിമ അസ്ന അലയ്യ അബ്ദി, എന്റെ റഹ്മത്തിനെ പറ്റി പ്രശംസിക്കുകയാണ് എന്നെ. വൈലാക്കാല മാലിക് യൗമിദ്ദീൻ, പരലോകത്തും ഇനി പരമാധികാരിയും ഉടമയും അല്ലാഹ് എന്ന് പറയുമ്പോ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്റെ മഹത്വം ഇങ്ങനെ ഉയർത്തി പറയുന്നുണ്ട്. അള്ളാഹു തന്റെ അടിമ വിനയത്തോടുകൂടി അള്ളാഹുവിന് തസ്ബീഹും തഹ്ലീലും തഹ്മീദും അള്ളാഹുവിന്റെ നന്ദി ചെയ്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അള്ളാഹുവിലേക്ക് ഉയർന്നു ചെല്ലുകയാണ്. എന്നിട്ട് ആകാശലോകത്ത് നിന്ന് മലക്കളോട് പറയാം, അങ്ങനെ നോക്കി എന്റെ അടിമനെ പറ്റി പറയേണ്ടത് എത്ര നല്ല അടിമയാണ്. അതുകൊണ്ട് പഠിച്ചവനെ, നന്മ നൽകുന്ന റഹ്മത്ത് നൽകുന്ന പരലോകത്തിന്റെ ഉടമയായ പഠിച്ചവനെ, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയും, ആദാ ബൈനി വബൈന അബ്ദി, ഇപ്പോൾ എന്റെ അടിമ പറഞ്ഞത് എന്റെയും അവന്റെയും ഇടയിലുള്ള ഒരു കരാറാണ്. എന്താണ്? ഞാൻ അവന്റെ റഹ്മത്ത് നൽകി, നല്ലത് നൽകി, നല്ല സൗകര്യങ്ങൾ നൽകി, പരലോകത്ത് ഞാൻ തന്നെയാണ് അവന്റെ ഉടമ. അതുകൊണ്ട് അവൻ എന്നെ മാത്രം ആരാധിക്കുന്നതിനാൽ അവന്റെ ആരാധന ഞാൻ സ്വീകരിച്ചു, ഞാൻ ഏറ്റെടുത്തു. ഇത് ഞാനും അവനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇബാദത്ത്. അത് വേറെ ആരെയും ഉത്തരവാദിത്വമില്ല. അവന്റെ മനസ്സിൽ അവന്റെ ഇബാദത്ത് എന്നിലേക്ക് ഇങ്ങനെ ഉയരുകയാണ്. ഇയാൾക്ക് അഴുപത് വരെ നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ഇബാദത്ത്, നമ്മുടെ റഹ്മത്ത്, നമ്മളുടെ മസ്ജിദ്, തസ്ബീഹ്, തഹ്ലീലൊക്കെ അള്ളാഹ്ക്ക് കൊടുക്കുകയാണ്. ഇതിന്റെ ബാക്കി നോക്കി ഇയാൾക്ക് അഴുപത് വരെ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് അള്ളാഹുവിന് കൊടുക്കുകയാണ്. അള്ളാഹുവേ, നിന്നോട് സഹായം തരുന്നു. അവിടെ നിങ്ങൾ കൊടുക്കാനുള്ളവർക്കാണ് കൊടുത്തു. നമ്മുടെ അങ്ങടി പോയിട്ട് കാശാണ് കൊടുത്തു, എന്റെ അടുത്ത് 1000 റുപ്യുണ്ട്, ഇതിന് ഇത്രയും സാധനങ്ങൾ തരണം. അങ്ങോട്ട് കൊടുത്തുമ്പോ അതിന്റെ കൂലി, അതിന്റെ മുതലുകൊണ്ട് വാങ്ങുകയാണ്. അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, ഇബാദത്ത് അടക്കം അള്ളാഹ്ക്ക് കൊടുത്തിട്ട് പിന്നെ അവിടെ ചോദിക്കുകയാണ്, പഠിച്ചവന് സഹായിക്കണം, എന്നെ നീ സഹായിക്കണം, നിന്നെ മാത്രമുള്ള സഹായം തേടുന്നുള്ളൂ, നിന്നോട് മാത്രമായി സഹായം തേടുന്നുള്ളൂ. ഈദിന സിറാത്തുൽ മുസ്തഖീം, നീ നേരായ മാർഗത്തിൽ എന്നെ ചേർത്ത് തരണം. പിന്നെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നീ അനുഗ്രഹിച്ച നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തില് നിന്റെ കോപം വന്ന ആളുകൾ ആവരുത്, ആ കൂട്ടത്തിൽ നിങ്ങളെ പെടുത്തരുത്, വേഴ്ചവരുടെ കൂട്ടത്തിൽ പെടുത്തരുത്. അവിടുന്ന് വയ്യാത്ത സ്ഥായി മുതൽ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അതുവരെ അള്ളാഹ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോ അള്ളാഹു പറയും, ഒലി അബ്ദി മാ സഅൽ, എനിക്ക് തരാമൊക്കെ തന്ന അടിമ എന്നോട് ഇയ്യാക നസ്തഈൻ, എനിക്ക് സഹായം തരണം എന്ന് പറയുമ്പോ ഓൻ കൊടുക്കും. ഒരു ഫാത്തിഹയിലാണ് ഈ അള്ളി നമ്മളും തമ്മിലുള്ള ആകാശലോകമായിട്ടുള്ള ഈ കണക്ഷൻ, ഈ ബന്ധം അങ്ങോട്ട് കൊടുക്കുന്നു. അതിന് വേണ്ടി ഇസ്തിആനത്ത്, ഇസ്തിഗാസത്ത്, സിറാത്തുൽ മുസ്തഖീം ഒക്കെ അങ്ങോട്ട് ചോദിക്കുന്നു. അല്ലാഹു പറയുന്നു കൊടുക്കും, മലക്കുകളോട് പറയുന്നു ഞാൻ അവന് കൊടുക്കും. പക്ഷെ ഇങ്ങനെ ഒരു വിചാരം നമുക്ക് നിസ്കരിക്കുമ്പോ കിട്ടലുണ്ടോ? ഇല്ലല്ലോ. പല ആളുകളെ സംബന്ധിച്ച്, കാരണം ഖുർആൻ പഠിച്ചിട്ടില്ല, ഫാത്തിഹയുടെ അർത്ഥം എന്താണ് എന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ പറ്റി ആയിരപ്പോൾ പൈസ പറയുന്നതാണ്, നമ്മളെ പറ്റിയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ഖുർആനിലുണ്ട്. പക്ഷെ എനിക്കതുണ്ടോ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, അല്ലാഹുവിന്റെ അടിമകൾ ഭൂമിയിൽ നല്ല വിനയത്തോടുകൂടി നടക്കുന്നവരാണ്. ഏതെങ്കിലും തോന്നിവാസികൾ വന്ന് കലഹിക്കുമ്പോ സലാമ, സമാധാനത്തിന്റെ വർത്തമാനം പറയുന്നവരാണ്. തിരിച്ച് കലഹിക്കൂല, തിരിച്ച് ചീത്ത പറയില്ല, അവര് പറയുന്നത് പോലെ പറയില്ല. സലാം, നല്ല ഇതൊക്കെ പറഞ്ഞു, ഞാൻ ഇതിനൊന്നുമില്ല, നല്ല സമാധാനം പറയുന്നവരാണ്. ഇങ്ങനെയുള്ള ഇബാദുർ റഹ്മാനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട് 10-15 കാര്യങ്ങൾ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, രാത്രി സമയത്ത് സുജൂദിലും നൃത്തത്തിലുമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ഇശാനസ്കാരത്തിന്റെയും സുബഹിന്റെയും ഇടയിലുള്ള രാത്രി നമസ്കാരം. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ
രാത്രിയിൽ അവർ ഉറങ്ങാറില്ല. കുറച്ചു സമയം ഒഴികെ രാത്രി അത്താഴ നേരത്ത് അവർ എന്ന് സുബഹിക്ക് മുമ്പായി കൂടുതൽ വർദ്ധിപ്പിക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളാ കൂട്ടത്തിലുണ്ടോ? പറയാണ്, ഖുർആൻ ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഞാനുണ്ടോ? അദ്ദേഹം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ശരിയാണോ? ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ് വിശ്വാസികൾ. നമ്മുടെ മക്കളോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, നാട്ടുകാരോട്, സമൂഹത്തിനോട്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട്, നമ്മൾ ജോലി ചെയ്യുന്ന ഗവൺമെന്റിനോട് അല്ലെങ്കിൽ മുതലാളിയോട് എല്ലാ അമാനത്തും പണിക്ക് കൊടുത്താൽ ആ പണി മര്യാദക്ക് എടുക്കും. ഓഫീസിലെ ഉദ്യോഗസ്ഥർ മര്യാദക്ക് ജോലി ചെയ്യും. സ്കൂളിലെ മാഷ് മര്യാദക്ക് കുട്ടികളെ പഠിപ്പിക്കും, കുട്ടികളെ വളർത്തും. നന്നായിട്ട് വാപ്പ ഭർത്താവിനോട് നല്ല പെരുമാറ്റം നടത്തും, ഭാര്യയോട് നല്ല പെരുമാറ്റം. അതാണ് അമാനത്ത് തരുന്നത്, ഉത്തരവാദിത്വം. അത് കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ടത്. പറയണം, പഠിച്ചോളെ വിശ്വാസികളെ പറ്റി അല്ലാഹു തആല പറഞ്ഞതൊക്കെ നമ്മൾ അങ്ങനെ അല്ലല്ലോ. അദ്ദേഹം ചിന്തിച്ചു നമ്മൾ ഇനിയും മറച്ചു നോക്കിയപ്പോ കണ്ടു, കേൾക്കുമ്പോ അവര് വലിയ അഹങ്കാരികളായിട്ടാണ് പോയി. എന്തിനായിരുന്നു അവർക്കൊരു അഹങ്കാരമാണ്. എന്ന് കേൾക്കുമ്പോ അതിനോടൊരു താല്പര്യമില്ല, അതനുസരിച്ച് ജീവിക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടരെയും ഖുർആനിലുണ്ട്. ഞാൻ അതാണ് അങ്ങനെ ഓരോന്ന് മാസലക്കും സഫർ, എന്താണ് നിങ്ങൾ നരകത്തിൽ കടന്നത് എന്നൊരു കൂട്ടരോട് അല്ലാഹു ചോദിക്കും, മലക്കുകൾ ചോദിക്കും പരലോകത്ത്. ഞങ്ങൾ സമയത്തിന് നിസ്കരിച്ചില്ല. പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ആഹാരം കൊടുത്തില്ല. കളിച്ച് ചിരിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്നവരുടെ കൂടെ ഞങ്ങൾ അങ്ങനെ കൂടി, വേണ്ട മാതിരിയൊന്നും ചെയ്തില്ല. ഇതെങ്ങനെയാണോ? അങ്ങനല്ലേ നമ്മൾ, മറ്റൊരു മാതിരി അല്ലല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ ജീവിതം? അയൽമുമ്പിൽ കൈസങ്ങനെ പാപികളെ പറ്റി പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെയാണല്ലോ. നല്ലവരെ പറ്റി പറഞ്ഞപ്പോ നമ്മൾ അത്ര ആയിട്ടില്ലല്ലോ. അദ്ദേഹം ചിന്തിച്ചു. ഒരു കൂട്ടര് പറയാണ്, നിങ്ങൾ ഈ ഖുർആനൊന്നും കേട്ട് പഠിക്കണ്ട, അവരെ ഒച്ചമുടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടന്നോളെ, എന്തെങ്കിലുമൊക്കെ കേട്ട് പാട്ടും കൂത്തൊക്കെ കേട്ട് ഖുർആനൊന്നും അങ്ങനെ കേൾക്കണ്ട. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ കുറച്ചല്ലേ. അപ്പൊ അതിനൊക്കെ കേസ് ഈ ഖുർആന്റെ നല്ല വിശ്വാസികളെ പറ്റി പറഞ്ഞിടത്തുള്ള ആയത്ത് ഇങ്ങനെ ഓതി വെക്കുമ്പോൾ അതിനൊന്നും പൂർണ്ണമായിട്ട് നമ്മളാരും പെടുന്നില്ല എന്നൊരു തോന്നൽ. എന്നാൽ ചീത്തയായ ആളുകളുടെ വിശേഷണങ്ങളിലെ ആയത്ത് ഓതിയപ്പോ അതിലൊക്കെ നമ്മൾ ഉണ്ടോ എന്നൊരു തോന്നൽ. അദ്ദേഹം മുസാഹിബ് കൂട്ടി വെച്ചിട്ട് അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ പേരി നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് ജീവിതത്തിൽ നിന്ന് നല്ല മാർഗത്തിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഖുർആനിലുള്ള വിശ്വാസികളെ പറ്റി, നല്ല ആളുകളെ പറ്റി, സ്വർഗസ്ഥന്മാരെ പറ്റി പറഞ്ഞ ഗുണങ്ങളൊന്ന് ഖുർആൻ എടുത്തൊന്ന് വായിച്ചു നോക്കി. പല ആ കൂട്ടത്തിൽ, ആ ലിസ്റ്റിൽ നമ്മൾ പലരെയും കാണൂല. ഈ പറയുന്ന ഞാനടക്കം ഇതൊക്കെ ഒരു കൂട്ടര്. ഇത് അറിവുണ്ടോ അറിവില്ലേ എന്നുള്ളതല്ല, നമ്മുടെ വിശ്വാസത്തിന്റെയും മനസ്സിന്റെയും പ്രത്യേകതയാണ്. നമ്മൾ ആര് എന്നതിനേക്കാളും നമ്മൾ എന്ത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ മുസ്ലിമാണ്, എന്റെ ബാപ്പയും ബാപ്പാന്റെ ബാപ്പയും മുസ്ലിമാണ് എന്നതല്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഖുർആനിൽ ഇത്തരം നോക്കിയാൽ നമ്മൾ പലതും ആ തരത്തിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും, ആയത്ത് കേൾക്കും. നമുക്ക് കേൾക്കുമ്പോ എന്താ വ്യത്യാസം? ആയത്തിന്റെ അർത്ഥം നമുക്ക് അറിയില്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അതിങ്ങനെ കേൾക്കല്ലാതെ. അപ്പോ പറയുന്നത് ഖുർആനിൽ വിശ്വാസികളെ പറ്റി പറഞ്ഞിടത്ത് ഞാൻ ആ കൂട്ടത്തിൽ ഖുർആൻ ലിസ്റ്റിൽ ഞാൻ ഉണ്ടോ? അവിശ്വാസികളെയും ധിക്കാരികളെയും അള്ളാഹുവിന്റെ ശത്രുക്കളെയും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായവരെയും പറ്റി പറയുന്നതെന്ന് വായിച്ചു നോക്കുമ്പോ ഞാൻ ആ കൂട്ടത്തിലുണ്ടോ? ഇത് രണ്ടും ചിന്തിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഖുർആനിന്റെ പതാകപദം, അതിന്റെ
അവതരണ പശ്ചാത്തലവും സബബുൻ നുസൂലും അതിന്റെ ഗ്രാമറും അതൊന്നും നമ്മൾ പഠിക്കണം. മൊത്തത്തിൽ ഒരു ഖുർആനിലെ ആയത്ത് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അങ്ങനെ ഇമാമ ഓതുമ്പോ ഈ ഈമാനും അമൽ സ്വാലിഹാത്തൊക്കെ ഉള്ളവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ആണ് ഇപ്പൊ ഈ ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന ഒരു പൊതു ധാരണയെങ്കിലും ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുമ്പോ ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറച്ചെങ്കിലും ശിഷ്ടകാല ജീവിതത്തിൽ ഖുർആൻ പഠിക്കണം. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. കഴിയുമെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എവിടെ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചെങ്കിലും ഇതിനുള്ള സംവിധാനങ്ങളും ആപ്പുകളും സൗകര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളിൽ കൂടി നമുക്ക് 24 മണിക്കൂറും ഖുർആനും അതിന്റെ നിയമങ്ങൾ പഠിക്കാം, അതല്ലെങ്കിൽ പരിഭാഷകൾ പഠിക്കാം. അങ്ങനെ ഖുർആനിന്റെ ഒരാളുകളായിട്ട് നമ്മൾ ജീവിച്ചാൽ ആ ഖുർആൻ നമ്മളെ കൈപിടിച്ച് അല്ലാഹുവിന്റെ അടുക്കിലേക്ക് എത്തിക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.